നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ പറമ്പായിലെ സദാചാര ഗുണ്ടായിസം SDPIയുടെ വികൃതമുഖം വ്യക്തമായതായി CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. റയീസ് CPIM-കാരനല്ല, കോൺഗ്രസ് കുടുംബമാണെന്നും രാഗേഷ്. തൊഴിൽ മേഖലയിലും തൊഴിൽ സംസ്കാരത്തിലും പൊളിച്ചെഴുത്ത് ലക്ഷ്യം മന്ത്രി KN ബാലഗോപാൽ. കേരളത്തിൽ നിന്നുള്ള മനുഷ്യശേഷി വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകുന്ന രീതിക്ക് മാറ്റം വരുത്തുന്നതിനായി ഏറ്റവും മികച്ച സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള ജനകീയ പ്രവർത്തനമാണ് വിജ്ഞാന കേരളം നടത്തുന്നതെന്നും മന്ത്രി. തലശ്ശേരി പാനൂർ റൂട്ടിൽ കണ്ണിച്ചിറയിൽ റോഡിന് സമീപമുള്ള മരങ്ങളുടെ ശിഖരങ്ങൾ ബസ്സുകൾക്ക് ഭീഷണിയാവുന്നു. 5ഓളം ബസ്സുകൾക്ക് കേടുപാട്. തലശ്ശേരി പാനൂർ റൂട്ടിൽ കണ്ണിച്ചിറയിൽ റോഡിന് സമീപമുള്ള മരങ്ങളുടെ ശിഖരങ്ങൾ ബസ്സുകൾക്ക് ഭീഷണിയാവുന്നു. 5ഓളം ബസ്സുകൾക്ക് കേടുപാട്. വയനാട് ചൂരൽമല ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട കുടുംബത്തിന് വീടൊരുക്കി പാനൂർ നഗരസഭ 21-ാം വാർഡ്. KP മോഹനൻ MLA താക്കോൽ കൈമാറി. വാർത്തകൾ വിശദമായി. പിണറായി പറമ്പായിലെ സദാചാര ഗുണ്ടായിസം SDPIയുടെ വികൃതമുഖം വെളിവാക്കിയെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. താലിബാൻ മതരാഷ്ട്രീയവാദികളുടെ അതേ പതിപ്പാണ് പറമ്പായിൽ കണ്ടത്. CPM-നെതിരെ തെറ്റായ പ്രചാരണങ്ങളാണ് SDPI നടത്തുന്നത്. റയീസ് CPM-കാരനല്ല, കോൺഗ്രസ് കുടുംബമാണ് റയീസിൻ്റെതെന്നും രാഗേഷ് പറഞ്ഞു. ഭീകരമായി പീഡിപ്പിച്ചു. പെൺകുട്ടിയുടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി, ഈ ആൺ സുഹൃത്തിൻ്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിച്ചു വരുത്തി. എന്നിട്ടാണ് ഭീകരമായി പീഡിപ്പിച്ചിട്ടാണ് ഇവരെ വിട്ടുകൊടുത്തിട്ടുള്ളത്. ഈ സംഭവം ഉണ്ടായതിന് ശേഷം ആത്മഹത്യാക്കുറിപ്പിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പോലീസ് കേസെടുത്തത്. അതോടുകൂടിയാണ് സംഭവം പബ്ലിക് ഡൊമൈനിൽ വന്നത്. എന്നാൽ ഈ സംഭവത്തെ സംബന്ധിച്ച് SDPI നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിൻ്റെ ഒരു സാമ്പിൾ ഞാനിവിടെ വായിക്കാം. ഈ റയീസ് എന്ന് പറയുന്ന ആൺ സുഹൃത്തിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് നടക്കുന്ന പ്രചരണം, ആ ഫോട്ടോ വെച്ചുകൊണ്ട് ഇങ്ങനെയാണ് ആ പ്രചരണത്തിൽ പറയുന്നത്. ഇവനാണ് ആ സഖാവ് റഹീസ്. 40 പവൻ്റെ സ്വർണവും ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്ത പണവും കൈക്കലാക്കിയ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന DYFI-കാരൻ പിണറായിയിലെ പ്രമുഖ DYFI പ്രവർത്തകനാണ്. CPM-ൻ്റെ നേതൃത്വത്തിൽ സ്ത്രീകളെ വശീകരിച്ച് ബ്ലാക്ക് മെയിലിങ്ങിലൂടെ പണവും ആഭരണവും അടക്കം തട്ടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിയെടുക്കുന്ന ക്രിമിനലുകളിൽപ്പെട്ടവൻ. സഖാക്കളെ നിങ്ങൾ വീട്ടിൽ നിന്നും അകറ്റി നിർത്തുക. നിങ്ങളുടെ പെൺമക്കളും സഹോദരിമാരും ചതിക്കപ്പെടാതെ ഇരിക്കാൻ ജാഗ്രത പാലിക്കുക. ഇതാ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണമാണ്. അങ്ങനെയുള്ള സമാനമായിട്ടുള്ള നിരവധി പ്രചരണങ്ങളും പോസ്റ്റുകളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതൊന്നും രണ്ടുമല്ല, നിരവധി കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ ഒരു കൊടും പാതകം ചെയ്തിട്ട് ആ കൊടും പാതകത്തെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഘട്ടത്തിലും ഗീബൽസിയൻ തന്ത്രം ഈ മതരാഷ്ട്രവാദികൾ എല്ലാ ഘട്ടത്തിലും ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ്. ആ ഗീബൽസിയൻ തന്ത്രമാണ് ഇവിടെ പ്രയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള മനുഷ്യവിഭവശേഷി വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകുന്ന രീതിക്ക് മാറ്റം വരുത്തുന്നതിനായി തൊഴിൽ മേഖലയിലും തൊഴിൽ സംസ്കാരത്തിലും ഒരു പൊളിച്ചെടുത്താണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിച്ച മെഗാ തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇവിടെ നിന്ന് തന്നെ ലോകത്തെവിടേക്കും, മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ലോകത്തിൻ്റെ മറ്റു പല സ്ഥലത്തേക്ക് പോകണം, അഭ്യസ്തവിദ്യരായ ആളുകൾ പഠിച്ചിട്ട് ഗൾഫിലോ അമേരിക്കയിലോ യൂറോപ്പിലോ പോകണം, IT ജോലി മാത്രമല്ല ടെക്നിക്കൽ ജോലിക്കും. ഇന്നിപ്പോൾ ലോകത്തെ എവിടുത്തെ ജോലിയും ഇവിടെ നിന്ന് ചെയ്യാം. അതിനിപ്പോൾ GCC സെൻ്ററുകൾ, ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻ്ററുകൾ വലിയ തോതിൽ വികസിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ലോകത്തെ വളരെ പ്രശസ്തമായ പല മോട്ടോർ കമ്പനികളുടെയും മറ്റ് കമ്പനികളുടെയും ഒക്കെ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും സൈബർ പാർക്കിലും ഇരുന്ന് ചെയ്യുന്നവരുണ്ട്. ആധുനിക ടെക്നോളജി പലതും പുറത്തേക്ക് പോയി ചെയ്യുന്നവർ ഇവിടുന്ന് ചെയ്യാം. വളരെ പുതിയ ടെക്നോളജിയുള്ള കമ്പനികളും ജോലികളും ഇവിടുന്ന് ചെയ്യാം. ഇതൊക്കെ ചെയ്യുന്നതിന് പരിശീലനം സിദ്ധിച്ച ആളുകൾ നാട്ടിലേക്ക് വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, കല്യാശ്ശേരി പാർക്കിൽ ഞാൻ നേരത്തെ പോയിട്ടുണ്ട്. പുറത്ത് IT മേഖലയിൽ വലിയ തോതിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ആളുകൾ, ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് നാട്ടിൽ ഈ വ്യവസായത്തിൽ നിക്ഷേപിക്കാൻ വന്നത്. ഇങ്ങനെ
നമ്മുടെ നാട്ടിൽ 10ഓ 20ഓ പാർക്കുകൾ, പ്രാദേശിക പാർക്കുകൾ ഇപ്പോഴുണ്ട്. ചാലക്കുടിയിൽ കഴിഞ്ഞ ആഴ്ച ഒരു IT പാർക്ക്, അവിടെ ഉണ്ടാക്കിയ IT പാർക്ക് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പോയിരുന്നു. കണ്ണൂരുകാരായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനും കണ്ണൂരുകാരനായ ചെറുപ്പക്കാരനും കോഴിക്കോടുകാരിയായ ചെറുപ്പക്കാരിയും രണ്ടുപേര് ഇൻഫോ പാർക്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ്. അവർ ചാലക്കുടിയിൽ ഒരു സ്ഥലത്ത് പ്രാദേശികമായ ഒരു IT പാർക്ക് തുടങ്ങി 250 പേരോട് ജോലി ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള മനുഷ്യശേഷി വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകുന്ന രീതിക്ക് മാറ്റം വരുത്തുന്നതിനായി ഏറ്റവും മികച്ച സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള ജനകീയ പ്രവർത്തനമാണ് വിജ്ഞാന കേരളത്തിൽ നടത്തുന്നത്. IT മേഖലയിലും വിദേശ രാജ്യങ്ങളിലെ ബഹുരാഷ്ട്ര കമ്പനികളിലുമുള്ള ജോലികൾ നമ്മുടെ നാട്ടിൻപുറത്തെ സ്ഥാപനങ്ങളിൽ ഇരുന്ന് ചെയ്യാൻ കഴിയുന്നതിനാവശ്യമായ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി വഴി സർക്കാർ നടത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പ്രാദേശിക തലത്തിൽ IT പാർക്കുകൾ, പരമ്പരാഗത തൊഴിൽ മേഖലയുടെ ആധുനികവൽക്കരണം, അടിസ്ഥാന മേഖലയുടെ വികസനം എന്നിവയിലൂടെ സംസ്ഥാനത്തിന്റെ തൊഴിൽ സംസ്കാരം തന്നെ 9 വർഷം കൊണ്ട് സർക്കാർ മാറ്റിയെടുത്തുവെന്നും മന്ത്രി പറഞ്ഞു. പരിപാടിയിൽ MV ഗോവിന്ദൻ മാസ്റ്റർ MLA അധ്യക്ഷനായി. പുരാവസ്തു പുരാരേഖ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. വിജ്ഞാന കേരളം അഡ്വൈസർ ഡോക്ടർ TM തോമസ് ഐസക് സംസാരിച്ചു. ചടങ്ങിൽ മരിയൻ അപ്പാരൽ ഉടമ സജിൻ 700 വനിതകൾക്കുള്ള ജോബ് ഓഫർ ലെറ്റർ ധനമന്ത്രി KN ബാലഗോപാലിന് കൈമാറി. തിരുവനന്തപുരം ആസ്ഥാനമായ ഒറൈസിസ് ഇന്ത്യ മേധാവി വിജേഷ് വേണുഗോപാൽ 25 പേർക്ക് നിയമനം നൽകുന്ന ഉത്തരവ് ഉദ്യോഗാർത്ഥികൾക്ക് കൈമാറി. MLAമാരായ TI മധുസൂദനൻ, KB സുമേഷ്, M വിജിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി, ജില്ലാ കളക്ടർ അരുൺ K വിജയൻ, ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P ജയരാജൻ, ആന്തൂർ നഗരസഭാ ചെയർമാൻ P മുകുന്ദൻ, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീള, പഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M ശ്രീധരൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, മുൻ MP KK രാഗേഷ്, KDISC അംഗം സെക്രട്ടറി ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ, KDISC കൺസൾട്ടന്റ് കോർഡിനേറ്റർ ഡോക്ടർ P സരിൻ, വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ M സുർജിത്ത്, തൊഴിൽമേള ജനറൽ കൺവീനർ TK ഗോവിന്ദൻ, എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കായലോട്ട് യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആൺസുഹൃത്തിന്റെ മൊഴിയെടുത്തു. മരണത്തിൽ തനിക്ക് ഒരു പങ്കുമില്ലെന്നും ഒരു സംഘം തന്നെ മർദ്ദിച്ചെന്നും യുവാവ് പോലീസിന് മൊഴി നൽകി. സംഭവത്തിന് ശേഷം കാണാതായ ആൺസുഹൃത്തിനു വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നതിനിടെയായിരുന്നു ഇയാൾ പോലീസിന് മുമ്പിൽ ശനിയാഴ്ച രാവിലെ ഹാജരായത്. 3 വർഷം മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ കൂടിയാണ് യുവതിയെ പരിചയപ്പെട്ടതെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകി. കുടുംബം ആരോപിക്കുന്നത് പോലെ യുവതിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടില്ലെന്നും ഒരു സംഘം തന്നെ മർദ്ദിച്ചെന്നും ആൾക്കൂട്ട വിചാരണ നടന്നുവെന്നും യുവാവ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. തന്റെ മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുത്തെന്നും ഇയാൾ പോലീസിന് മൊഴി നൽകി. യുവാവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് പോലീസ് തീരുമാനം. കേസിൽ ഇനിയും അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് സൂചന. യുവതിയുടെ മരണത്തിന് പിന്നാലെ പോലീസ് അറസ്റ്റ് ചെയ്തവർ നിരപരാധികളാണെന്നും ഇവരെ വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ട് SDPI പ്രവർത്തകർ പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടയുകയായിരുന്നു. തുടർന്ന് നേതാക്കൾ പ്രസംഗിച്ച ശേഷം മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം അവസാനിപ്പിച്ചു. ചെയ്യപ്പെട്ട SDPIയുടെ 3 പ്രവർത്തകരെ അന്യായമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്താനുള്ള സാഹചര്യം ഉണ്ടായത്. റസീന എന്നൊരു പെൺകുട്ടി ആത്മഹത്യാനുള്ള കാരണം അത് ഒരാവശ്യവുമില്ലാതെ പാർട്ടിയെ വലിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കുന്നു. പ്രാദേശിക സീസുകാരും ഒത്തുകളിച്ച് ഒരു തിരക്കഥയുണ്ടാക്കിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഈ റസീനയുടെ ആത്മഹത്യയിലൂടെ പിണറായി പ്രദേശത്ത് നമുക്ക് കാണാൻ സാധിക്കും. യുവതിയുടെ ആത്മഹത്യക്ക് കാരണം ആൺസുഹൃത്താണെന്നും അറസ്റ്റിലായത് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള നിരപരാധികളാണെന്നും യുവതിയുടെ മാതാവ് ആരോപിച്ചിരുന്നു. എന്നാൽ ഇത് പോലീസ് തള്ളിയിരുന്നു. ജീവിക്കാൻ അനുവദിക്കില്ലെന്ന തോന്നലിലാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ P നിതിൻ രാജ് മാധ്യമങ്ങളോട് പറഞ്ഞത്. പ്രതികളിൽ ഒരാൾ യുവതിയുടെ ബന്ധുവാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് കായലോട് പറമ്പായിൽ റസീന മൻസിലിൽ റസീനയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കായലോട് പറമ്പായിലെ റസീനയുടെ ആത്മഹത്യ. കള്ളക്കേസിൽ കുടുക്കി SDPI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തുവെന്ന് ആരോപിച്ച് SDPI പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ നാറാത്ത് ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ മീഡിയ കാലത്ത് പിണറായി കായലോട് പറമ്പായിലെ റസീനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കള്ളക്കേസിൽ കുടുക്കി SDPI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തുവെന്നും
നിരപരാധികളായ യുവാക്കളെ വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ടാണ് SDPI പിണറായി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. പിണറായി ടൗണിൽ നിന്നും ആരംഭിച്ച മാർച്ച് സ്റ്റേഷന് 200 മീറ്റർ അകലെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. SDPI കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ നാനാറത്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അറസ്റ്റിലായ യുവാക്കളും മരണപ്പെട്ട യുവതിയും ബന്ധുക്കളാണ്. കുടുംബ പ്രശ്നം പരിഹരിക്കാൻ ഇടപെട്ട യുവാക്കൾ SDPI പ്രവർത്തകർ ആയതിനാൽ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്നും CPIഎമ്മും പോലീസും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇതിന് പിന്നിലെന്നും മുസ്തഫ നാറാത്ത് പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ കൂടക്കടവ് അധ്യക്ഷനായി. TK ഷാഹിർ, ഹാറൂൺ കടവത്തൂർ, ഹാരിഫ് തന്നട തുടങ്ങിയവർ സംസാരിച്ചു. സദാചാരത്തെ ന്യായീകരിക്കുന്ന പാർട്ടികളല്ല, പക്ഷേ തിന്മയായി കാണുന്ന പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. CPM എന്ത് പറഞ്ഞാലും തിന്മകളെ അനുകൂലിക്കുന്ന, തിന്മക്ക് സപ്പോർട്ട് ചെയ്യുന്ന CPMന്റെ ആളുകളെ പോലെ ഒരു വിധത്തിലും തിന്മക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനവും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ചെയ്യൂല എന്ന് മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് SDPIയുടെ ആളുകൾ. ഈ പാർട്ടിയെ അങ്ങനെ ഇല്ലാതാക്കാമെന്ന് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത്, CPM RSSന് വഴിമരുന്നിട്ട് കൊടുക്കുന്ന ഒരു പ്രവർത്തനവുമായി CPM പോവരുത്. ആരൊക്കെയാണോ ഇതിൽ പങ്കാളികൾ അവരെയൊക്കെ ശിക്ഷിക്കണം. ഞങ്ങൾ അവിടെ വഹിച്ചത് ഒരു മധ്യസ്ഥ റോളിന് ഒരിടം കൊടുത്തു എന്നുള്ളത് മാത്രമാണ്. ആ സഹോദരിയുടെ സഹോദരന്മാർ, കുടുംബക്കാർ, ബന്ധുക്കൾ SDPIക്കാരായി പോയി എന്നുള്ളത് കൊണ്ട് അവരുടെ സഹോദരിയുടെ നീതിക്ക് വേണ്ടി അവർക്ക് ഒരു മധ്യസ്ഥ വേദി ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെയുണ്ടോ? അപ്പോ ഇതൊക്കെ അവനവന്റെ വീട്ടുമുറ്റത്ത് സ്വരാജ് എഴുതിയതുപോലെ യുദ്ധമൊക്കെ ആഘോഷിക്കാൻ പറ്റും. വീട്ടുമുറ്റത്ത് മിസൈല് വീഴുമ്പേ അതിന്റെ പ്രയാസം അറിയൂ എന്ന് പറഞ്ഞതുപോലെ സഖാവേ, എന്റെ വീട്ടിൽ വരുമ്പേ നിനക്ക് ആ പ്രയാസം അറിയൂ. നിങ്ങളെ വലിയ സജീവ പ്രവർത്തകനായിരുന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി മാഹി അഡ്മിനിസ്ട്രേഷന്റെ നേതൃത്വത്തിൽ മാഹി രാജീവ് ഗാന്ധി ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ മാഹി ഇൻഡോർ സ്റ്റേഡിയത്തിൽ യോഗ പ്രദർശനം സംഘടിപ്പിച്ചു. മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗയുടെ സഹകരണത്തോടെയാണ് ഇത്തവണ മാഹിയിലെ യോഗാദിന പരിപാടികൾ ആസൂത്രണം ചെയ്തത്. മാഹി റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ D. മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. Yoga being a classical one, it brings health, self-control, focus, concentration, all we can say whatever we need in our life. There is a quote in English, when discipline comes, everything comes. When discipline goes, everything goes. I strongly believe yoga is one of the fundamental practice which brings discipline in our life, with which we can reach all the heights what we aspire for. If we see all the successful people's life, they have practiced yoga and meditation. In this day, I would raise a request to all of you, each day, if possible, please take some time. Not necessarily 1 hour or 2 hours, 10 minutes for yoga and another 10 minutes for meditation. This will bring immense changes in ourselves, both realizing ourselves and exhibiting ourselves and achieving whatever we want to achieve. മുനിസിപ്പൽ കമ്മീഷണർ സതേന്ദ്ര സിംഗ്, ഡെപ്യൂട്ടി ഡയറക്ടർ ഹെൽത്ത് Dr. ഇഷ്ഹാഖ്, റിട്ടയർഡ് മുൻ മെഡിക്കൽ ഓഫീസർ Dr. ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. ആയുഷ് മന്ത്രാലയത്തിന്റെ പ്രോട്ടോകോൾ പ്രകാരം യോഗ ഡെമോൺസ്ട്രേഷന് ആയുർവേദ ഡോക്ടർ CK റീമ നേതൃത്വം നൽകി. വിവിധ സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ, ഉദ്യോഗസ്ഥർ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ അണിനിരന്നു. I strive to break the limitations of the world as my own. Of my own life, I recognize the unity
Exhale through nostril. Close your mouth and hold your breath. Inhale. Slowly inhale. Exhale. Close your ear with your mouth. ॐ भानवे नमः। ॐ खगाय नमः। ॐ पूष्णे नमः। ॐ हिरण्यगर्भाय नमः। ॐ सवित्रे नमः। Exhale. Forward. Exhale. Inhale. Exhale. Nice. Inhale. Straight. Exhale. Right side. Straight. Neck rotation. Inhale out. Inhale. Exhale. Shoulder rotation. Inhale out. Exhale out. Inhale. 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 Exhale. Press knee. And inhale. Raise your heels. Exhale. Hands down. Samasthiti. Visram. Inhale. Raise your hand. ആയുർവേദ കോളേജിൽ പുതുതായി ആരംഭിക്കുന്ന യോഗ വെൽനസ് ക്ലബിന്റെ ലോഞ്ചിങ്ങും നടന്നു. യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഈ വർഷത്തെ യോഗാദിന സന്ദേശം. ചടങ്ങിന് രാജീവ് ഗാന്ധി ആയുർവേദ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കുബേർ സിംഗ് സ്വാഗതവും അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ KS ബിനു നന്ദിയും പറഞ്ഞു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി വൺ കേരള ആർട്ടിലറി ബാറ്ററി NCC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ധർമ്മടം ബീച്ചിൽ വെച്ച് യോഗ പരിശീലനം നടന്നു. NCC കേഡറ്റുകളും NCC ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്തു. അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കാൻ തുടങ്ങി 10 വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ യോഗാ സംഘം എന്ന പേരിൽ രാജ്യത്തുടനീളം 1 ലക്ഷം കേന്ദ്രങ്ങളിൽ നടക്കുന്ന പരിശീലന പരിപാടിയിലെ ഒരു കേന്ദ്രമാണ് ധർമ്മടം ബീച്ച്. തലശ്ശേരി NCC യൂണിറ്റിലെ ബ്രണ്ണൻ കോളേജ്, തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജ്, BMB ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് AKG മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ കേഡറ്റുകൾ പങ്കെടുത്തു. യൂണിറ്റ് സുബേദാർ മേജർ എഡ്വിൻ ജോസ് പരിപാടിക്ക് നേതൃത്വം നൽകി. യോഗ മാസ്റ്റർ നമിത പുത്തലത്ത് കേഡറ്റുകളെ യോഗ പരിശീലിപ്പിച്ചു. ലഫ്റ്റനന്റ് ദിനിൽ ധനഞ്ജയൻ, ഹവിൽദാർ വീരേന്ദ്ര യാദവ്,
തലശ്ശേരി 1 കേരള ആർട്ടിലറി ബാറ്ററിയിലെ ഇൻസ്ട്രക്ടർമാരും സിവിലിയൻ സ്റ്റാഫും പങ്കെടുത്തു. ജൂൺ 21 ലോക സംഗീത ദിനാഘോഷത്തിന്റെ ഭാഗമായി ചമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഗീത ഉപകരണങ്ങളുടെ പ്രദർശനം നടന്നു. സ്കൂളിലെ മ്യൂസിക് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രദർശനം. വിദ്യാർത്ഥികൾക്ക് ഈ പ്രദർശനം വേറിട്ട അനുഭവമായി. താളവാദ്യ കലാകാരൻ ദിബിൻ പ്രദീപ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ കെ പി ജയരാജൻ അധ്യക്ഷനായി. സംഗീതാധ്യാപകൻ പ്രത്യൂഷ് നിളങ്ങൽ, സ്റ്റാഫ് സെക്രട്ടറി എ പ്രദീപ് കുമാർ, ജിതിൻ സന്ദേശ്, പ്രിൻസ്, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഈജിപ്ഷ്യൻ താളവാദ്യ ഉപകരണം ദർബക, ആഫ്രിക്കൻ വാദ്യമായ ജംബെ, പാശ്ചാത്യ രാജ്യങ്ങളിലുൾപ്പെടെ ധ്യാനവേളകളിൽ ലളിത സംഗീതത്തിനുപയോഗിക്കുന്ന ഹാൻഡ് പാൻ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കാണാനായത് വ്യത്യസ്ത അനുഭവമായെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇന്ന് ലോക സംഗീത ദിനം. മ്യൂസിക് ക്ലബിന്റെ ഭാഗമായി ഇന്നിവിടെ ഒട്ടനവധി മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് ഒരു പ്രദർശനം കാഴ്ചവെക്കുകയാണ്. എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഇന്നേ വരെ നേരിട്ട് കാണാത്ത കുറേയധികം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എനിക്ക് കാണാൻ പറ്റി. വളരെ എനിക്ക് ഇഷ്ടമായിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും പറഞ്ഞു അവർക്കും ഏറെ ഇഷ്ടമായി എന്ന്. ചെണ്ട, തബല, മൃദംഗം, ഘടം, തകിൽ, ഡ്രംസ്, തുടി, വയലിൻ, ഗിറ്റാർ, കീബോർഡ്, ഹാർമോണിയം, ഓടക്കുഴൽ, മെലോഡിക്ക, മൗത്ത് ഓർഗൻ, കസു, ഇലത്താളം, മരം, മഴമൂളി, തപ്പട്ട, ജോഡ്മരെ, ഷെയ്ക്കർ അടക്കം പരമ്പരാഗത പ്രാചീനകാല ആഫ്രിക്കൻ സംഗീത ഉപകരണങ്ങളും പ്രദർശനത്തിന് ഉൾപ്പെടുത്തിയതായി സംഗീതാധ്യാപകൻ പ്രത്യൂഷ് പറഞ്ഞു. ലോക സംഗീത ദിനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്കൂളിൽ വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊണ്ട് പറ്റുന്ന ഒരുപാട് ഇൻസ്ട്രുമെൻസുകൾ ഏകദേശം 30-30ഓളം ഇൻസ്ട്രുമെൻസുകൾ ഇവരെ മുമ്പിൽ കാണിക്കാനും അവർക്കത് പരിചയപ്പെടുത്തി കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഞാൻ സ്കൂളിലേക്ക് ജോയിൻ ചെയ്തത് മ്യൂസിക് അധ്യാപകനായിട്ട്. അപ്പോൾ ഒരു ഓപ്പൺ മൈക്ക് എന്ന് പറഞ്ഞൊരു പുതിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ചെയ്തൊരു ഇതാണ് ഇപ്പോൾ മ്യൂസിക് ഇൻസ്ട്രുമെൻസുകളുടെ പ്രദർശനം. അത് മ്യൂസിക് ഡേക്ക് കൂടി ആയതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. കുട്ടികൾ ഇതുവരെ കാണാത്ത കുറേ ഇൻസ്ട്രുമെൻസുകൾ കാണിക്കാൻ പറ്റി. ഇതൊക്കെ ഹാൻഡ് പാൻ ഒക്കെ അധികം റയറായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റാണ്, അധികം ആൾ കയ്യിലൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റി. മഞ്ഞോടി കോപ്പാലം റൂട്ടിൽ കണ്ണിച്ചിറയിൽ റോഡരികിലെ മരങ്ങളുടെ ശിഖരങ്ങൾ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് ഭീഷണിയാകുന്നു. താഴ്ന്നു കിടക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങളിൽ തട്ടി 5ഓളം ബസ്സുകൾക്ക് കേടുപാടുണ്ടായി. തലശ്ശേരി പാനൂർ റൂട്ടിൽ കോപ്പാലം വഴി സർവീസ് നടത്തുന്ന ബസ്സുകളാണ് ഏറെ കഷ്ടപ്പെടുന്നത്. കണ്ണിച്ചിറ മുതൽ പെരിങ്കളത്തെ ടീച്ചർ ബസ് സ്റ്റോപ്പ് വരെയുള്ള 1 കിലോമീറ്റർ ദൂരത്തുള്ള മരങ്ങളാണ് അപകടകരമാം വിധം റോഡിലേക്ക് ചരിഞ്ഞു നിൽക്കുന്നത്. റൂട്ട് ബസ്സുകൾക്ക് പുറമെ തലശ്ശേരിയിൽ നിന്നും ഇന്ധനം നിറക്കാൻ കോപ്പാലത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകളും ലോറികളും ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ വേറെയും. തലങ്ങും വിലങ്ങും വലിയ വാഹനങ്ങൾ വരുമ്പോഴാണ് മരത്തിന്റെ ശിഖരങ്ങളിൽ തട്ടി അപകടങ്ങൾ ഉണ്ടാകുന്നതെന്ന് ആനന്ദം ബസ് ഡ്രൈവർ ജയൻ പറഞ്ഞു. കണ്ണിച്ചിറ മുതൽ ഏകദേശം 1 കിലോമീറ്റർ വരെ വാഹനങ്ങൾക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. മരങ്ങൾ മുകളിൽ തട്ടിയിട്ടു, പിന്നെ ഗ്ലാസ് പൊളിഞ്ഞിട്ടു. പുതിയ വാഹനങ്ങൾ വരുമ്പോൾ അവർക്കറിയില്ലല്ലോ ഇത് അങ്ങനെ പെട്ടെന്ന് അപകടം ഉണ്ടാകുന്ന. പിന്നെ കൂടുതലും മൂലക്കടവിലേക്ക് ഡീസൽ അടിക്കാൻ പോകുന്ന വാഹനങ്ങൾ കൂടുതലുണ്ട്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടോടു കൂടിയാണ് ഞങ്ങൾ 1 കിലോമീറ്ററോളം യാത്ര ചെയ്യുന്നത്. യാത്രക്കാർക്കും ഇത് ഒരു ബുദ്ധിമുട്ടായി മാറുന്നുണ്ട്. അതിൻ്റെ വേണ്ടപ്പെട്ട നടപടി എടുക്കണമെന്നുള്ള ഒന്നാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായി മാറുന്നുണ്ട്. തലശ്ശേരി പാനൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്മാർട്ട്, ഗായത്രി, നവോദയ ബസ്സുകൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടു. ഇന്ധനം നിറക്കാനായി കോപ്പാലത്തേക്ക് പോയ 2 ബസ്സുകൾക്കും മരത്തിന്റെ ശിഖരങ്ങളിലിടിച്ച് അപകടമുണ്ടായി. എത്രയും വേഗം മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുമെന്നും ബസ് ജീവനക്കാർ പറയുന്നു. നമ്മൾ കണ്ണിച്ചിറ മുതൽ മടം ബസ് സ്റ്റോപ്പ് വരെയുള്ള സൈഡിലുള്ള മരങ്ങളുടെ ചില്ലകൾ തട്ടിയിട്ട് ഇവിടെ ബസ്സിൻ്റെ ഗ്ലാസും അങ്ങനെ സൈഡ് മിററും എല്ലാം പൊട്ടിപ്പോകുന്നുണ്ട്.
അപ്പോൾ അത് എത്രയും പെട്ടെന്ന് മുറിച്ച് മാറ്റിയാൽ നന്നായിരുന്നു. വേറെ റോങ് സൈഡിൽ നിന്ന് വണ്ടി വരുമ്പോൾ നമ്മൾ സൈഡ് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചും വണ്ടീൻ്റെ ടോപ്പ് തട്ടിയിട്ട് വണ്ടിക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. ചോർച്ച വരുന്നുണ്ട്, മഴക്കാലത്ത് ഫുൾ ചോർച്ച വരുന്നുണ്ട്, കൊമ്പ് കെട്ടിയിട്ട്. അങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട്. റോഡ് സൈഡിലുണ്ടാകുന്ന ആ മരങ്ങൾ കൊണ്ട് ബസ് ജീവനക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഒന്ന് വെച്ചാൽ ഗ്ലാസ് പൊളിയുക, അതുപോലെ തന്നെ സൈഡ് മിറർ പൊളിയുക. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുമ്പത്തെ മാതിരിയല്ല, ഇന്ന് ആ സാധാരണ ബസ്സുകളിലും കവിഞ്ഞിട്ട് ഏകദേശം ഒരു 10-100ഓളം ബസ്സുകൾ കോപ്പാലത്ത് പോയിട്ട് ഡീസലടിക്കാൻ വേണ്ടി മാത്രം പോകുന്നുണ്ട്. അപ്പോൾ അത്തരം ബസ്സുകൾ ഈ ലൈനിൽ ഒരുപാട് തിരക്കുകൾ വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ റോഡ് സൈഡിലുള്ള മരങ്ങളുടെ ചില്ലുകൾ മുറിച്ച് മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തലശ്ശേരിയിലേക്കും പാനൂരിലേക്കും ഇടതടവില്ലാതെ വാഹനങ്ങൾ കടന്നുപോകുന്ന വഴി കൂടിയാണിത്. വയനാട് ചൂരൽമലയിൽ എല്ലാം നഷ്ടപ്പെട്ട സലീനയ്ക്കും കുടുംബത്തിനും പാനൂർ നഗരസഭ 21 വാർഡ് താവുംപ്രം ദേശവാസികളുടെ കൂട്ടായ്മയിൽ പണിത വീടിന്റെ താക്കോൽ കൈമാറി. മേപ്പാടി പഞ്ചായത്തിൽ പണിത വീടിന്റെ താക്കോൽ KP മോഹനൻ MLA കുടുംബത്തിന് കൈമാറി. വയനാട് ചൂരൽമലയിൽ പ്രകൃതിക്ഷോഭത്തിൽ എല്ലാം നഷ്ടപ്പെട്ട സെലീന നവാസ് ദമ്പതികൾക്കാണ് പാനൂർ നഗരസഭയിലെ 21 വാർഡ് താവുംപ്രം ദേശവാസികളുടെ കൂട്ടായ്മയിൽ വീടൊരുങ്ങിയത്. മേപ്പാടി പഞ്ചായത്തിൽ 2 വാർഡിൽ പണിത വീടിന്റെ താക്കോൽ കൈമാറ്റം കരിയാട്ട് നടന്നു. കരിയാട് പുനത്തിൽ മദ്രസക്ക് സമീപം ചേർന്ന ചടങ്ങിൽ വെച്ച് KP മോഹനൻ MLA താക്കോൽ കുടുംബത്തിന് കൈമാറി. തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണ് പാനൂർ നഗരസഭയിലെ 21 വാർഡ് കൗൺസിലർ NA കരീമിന്റെ നേതൃത്വത്തിൽ നടത്തിയതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ KP മോഹനൻ MLA പറഞ്ഞു. കുറച്ചു കാലമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വയനാട് ദുരന്തത്തെക്കുറിച്ച്. വലിയ കോടീശ്വരന്മാർ അടക്കം, കേരള സർക്കാർ അടക്കം അവിടെ എന്തൊക്കെ വേണമോ അതൊക്കെ തന്നെ ചെയ്തു കൊടുക്കാൻ മുന്നിട്ടിറങ്ങിയിട്ടാണ് ഉള്ളത്. പാവപ്പെട്ട ആളുകളടക്കം ചെറുതും വലുതുമായ സംഖ്യ സ്വരൂപിച്ചുകൊണ്ട് ആ വിധത്തിൽ വേറെയും, വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനകൾ അത് വേറെയും, അങ്ങനെ എല്ലാ അർത്ഥത്തിലും ദുരന്ത മേഖലയിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ തന്നെ ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന ലക്ഷ്യമിട്ട് കൊണ്ടുപോവുക. ആ സമയത്താണ് ഇവിടെ ഒരു വാർഡ് വികസന സമിതി രൂപീകരിച്ചുകൊണ്ട് കൺവീനറുടെ നേതൃത്വത്തിൽ ഇവിടെ വളരെയധികം സ്തുത്യർഹവും അനുഗ്രഹീതവുമായ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്യുക. അങ്ങനെ നല്ല ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ കൗൺസിലർമാരെ അടക്കം, നല്ല നിലയിൽ പ്രവർത്തിച്ച കൗൺസിലർമാരടക്കം, കാരണം ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ വെറും വികസന കാര്യങ്ങൾ മാത്രമല്ല, സാമൂഹ്യപരമായ കാര്യങ്ങളിലടക്കം ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരായിരിക്കണം എന്നത് നിർബന്ധമാണ്. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം അധ്യക്ഷനായി. സ്ഥലം സംഭാവനയായി നൽകിയ നാസർ മാനുഫ ചടങ്ങിൽ മുഖ്യാതിഥിയായി. വാർഡ് കൗൺസിലർ NA കരീം സ്വാഗതം പറഞ്ഞു. പാനൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ഉമൈസ തിരുവമ്പാടി, AM രാജേഷ്, കൗൺസിലർമാരായ ആവോലം ബഷീർ, M ശ്രീജ, MTK ബാബു, ഷൈന മോഹൻദാസ്, KK സുധീർ കുമാർ, അൻവർ കക്കാട്, KK മിനി, CK സജില, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ T മഹറൂഫ്, M സുധാകരൻ, TH നാരായണൻ, വിനോദ് കരിയാട്, P പ്രഭാകരൻ, P രാഗേഷ്, PK രാജൻ, KK അസ്ലം, മുൻ കൗൺസിലർ KC ഹസീന എന്നിവർ പ്രസംഗിച്ചു. ജനകീയ കൗൺസിലറായ NA കരീമിനെയും സ്ഥലം നൽകിയ നാസർ മാനുഫിയെയും ഉന്നത വിജയം നേടിയ പ്രദേശത്തെ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. ജനകീയനായ നമ്മുടെ കൗൺസിലർ പ്രിയപ്പെട്ട NA കരീം സാഹിബിന് വാർഡ് വികസന സമിതിയുടെ സ്നേഹാദരം അഭിമന്യനായ MLA KP മോഹനൻ നിർവഹിക്കുന്നു. മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ഫാത്തിമ PP, ഫാത്തിമ നസ്മി, സിദ്റത്തുൽ മുൻതഹ. നമ്മുടെ മേഖലയിലെ രാഷ്ട്രീയ സാമൂഹിക
തലശ്ശേരി തിരുവങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ അധ്യാപക കൂട്ടായ്മ ലെജൻഡ്സ് തുടർച്ചയായ 10ാം വർഷവും ഒത്തുചേർന്നു. തലശ്ശേരി പേൾവ്യൂ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ 70ഓളം പൂർവ്വ അധ്യാപകർ പങ്കെടുത്തു. തലശ്ശേരി തിരുവങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകരായി പ്രവർത്തിച്ച് വിരമിച്ചവരാണ് തുടർച്ചയായ 10ാം വർഷവും ഒത്തുചേർന്നത്. മുൻ MLA കോടിയേരി ബാലകൃഷ്ണനാണ് 2015-ൽ പൂർവ്വ അധ്യാപകരുടെ കൂട്ടായ്മയുടെ ആദ്യ യോഗം ഉദ്ഘാടനം ചെയ്തത്. പ്രിൻസിപ്പൽമാർ, AEOമാർ, DEO, DDUമാർ തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ച സ്കൂളിലെ പൂർവ്വ അധ്യാപകരെല്ലാം തികഞ്ഞ അച്ചടക്കത്തോടെ ലെജൻഡ്സിന്റെ വാർഷികാഘോഷങ്ങൾക്ക് എത്തുന്നത് വേറിട്ട കാഴ്ചയാണെന്ന് സെക്രട്ടറി തിലകൻ കെ സാന്ദ്രം പറഞ്ഞു. ഗവൺമെൻറ് ഹൈസ്കൂൾ തിരുവങ്ങാട് ഹയർ സെക്കൻഡറി വിദ്യാലയമായി മാറിയിരിക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ ഈ കേരളത്തിൽ എവിടെയില്ലാത്ത ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മളത്. സ്കൂളിൻ്റെ ആദ്യകാലം മുതൽ ഇവിടെ പ്രവർത്തിച്ച മുഴുവൻ അധ്യാപകരെയും ഒരു കുടക്കീഴിൽ വരുത്തി അതിൽ നമ്മുടെ കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുന്നു. അപ്പോൾ 80ഓളം അധ്യാപകരുടെ ഒരു കൂട്ടായ്മയാണ് പൂർവ്വ അധ്യാപക കൂട്ടായ്മ. അതിൻ്റെ 10ാം വാർഷികമാണ് ഇന്നിവിടെ നടക്കുന്നത്. 10 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ വർഷങ്ങളെ വളരെ വിപുലമായി നടത്തപ്പെടുകയും ചെയ്യുകയാണ്. അതിൻ്റെ ഒരു 10ാം വാർഷികമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്നിവിടെ 70ഓളം പേര് പങ്കെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ഗവൺമെൻറ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പല അധ്യാപകരും പല സ്കൂളുകളിലേക്ക് മാറി മാറി പോകുന്ന അവസ്ഥയാണ്. എന്നിരുന്നാലും അവർ പ്രിൻസിപ്പൽമാരുണ്ട്, അതുപോലെ തന്നെ DOമാരുണ്ട്, DDമാരുണ്ട്, ഈ വിദ്യാലയത്തിൽ നിന്ന് പോയ DDമാർ, AEOമാർ, ഹെഡ് മാസ്റ്റർമാർ, അതുപോലെ ഹയർ സെക്കൻഡറി അധ്യാപകർ, ഹൈസ്കൂൾ അധ്യാപകർ, പ്രൈമറി എല്ലാവരുടെയും ഒരു കൂട്ടായ്മയായത്. മുഴുവൻ അധ്യാപകരും പ്രൊമോഷൻ കിട്ടിപ്പോയവർ മുഴുവൻ ആളും ഇവിടെ എത്തിച്ചേരുന്നു. ഇതിൽ തന്നെ 10ഓളം പേര് DO ആയിട്ടുള്ളവരുണ്ട്, അതുപോലെ തന്നെ DD ഉണ്ട്. അങ്ങനെയൊക്കെ എല്ലാവരും ഇവിടെ വരികയാണ്. ഈ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ എല്ലാ വർഷവും അതുപോലെ തന്നെ വിപുലമായ പരിപാടികൾ നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങുണ്ട്. അതുപോലെ തന്നെ പഠനത്തിൽ മികച്ചും സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികളെ നമ്മൾ സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അധ്യാപകരും നമ്മുടെ ജീവനക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ വിഷമം ഉണ്ടാകുമ്പോൾ അവരെ സഹായിക്കുന്നതിനുള്ള ഒരു നിധി കൂടി ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. പാട്ടുപാടിയും നൃത്തച്ചുവടുകളുമായും കൂട്ടായ്മയുടെ 10ാം വാർഷികം അധ്യാപകർ ആഘോഷമാക്കി. കൂട്ടായ്മ പ്രസിഡന്റ് PP സുരേന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി തിലകൻ കെ സാന്ദ്രം, K വത്സൻ, K രാജീവൻ എന്നിവർ സംസാരിച്ചു. പിന്നീട് കരോക്കെ ഗാനമേളയും നടന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. പ്രൊഫഷണൽ ഡിഗ്രിയാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ BBA റിസൾട്ടിൽ 3ാം സ്ഥാനവും BComൽ 7ാം സ്ഥാനവും ലഭിച്ച ടിയാസ് കോളേജിൽ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കോഴ്സസ് ഓഫേർഡ്: BBA, BCom Finance, BCom Corporation, BA English. Newly added courses: BCA, BCom Logistics. Add-on courses: ACCA, Aviation and Logistics, Artificial Intelligence and Machine Learning, Cloud Computing and Data Science, Ethical Hacking and Cyber Security. Tellicherry Institute of Advanced Studies, Arts and Science College, affiliated to Kannur University and approved by Government of Kerala. Kundurmala, West Punyam, Talasheri. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ
പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായി വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. मेरे नैनों में रहना सजना, इन पलकों पर रहना सजना, मेरा हार श्रृंगार तुम ही सजना. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. തലശ്ശേരി നോർത്ത് BRCയുടെ നേതൃത്വത്തിൽ വായനാ മാസാചരണത്തിന്റെ ഭാഗമായി BRC ഹാളിൽ വിദ്യാർത്ഥികൾക്കായി വിവിധ കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു. യുവ സാഹിത്യകാരി ജിൻഷ ഗംഗ ഉദ്ഘാടനം ചെയ്തു. വായനാ മാസാചരണത്തിന്റെ സമാപനം യുവ സാഹിത്യകാരി ജിൻഷ ഗംഗ ഉദ്ഘാടനം ചെയ്തു. വായിച്ചിട്ടുള്ള ഏതെങ്കിലും പുസ്തകങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാനോ എഴുതാനോ പറയും. എൻ്റെ ഭാഗ്യവശാൽ ഞാൻ പഠിച്ചിട്ടുള്ള LP സ്കൂളുകളിലും UP സ്കൂളുകളിലും ഒന്നും പുസ്തക വായന ശീലമുള്ള മറ്റൊരു കുട്ടിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലായ്പ്പോഴും ഉറപ്പായിരുന്നു എനിക്ക് തന്നെ ആ സമ്മാനം കിട്ടുന്നുള്ളത്. സമ്മാനം 1-2 പുസ്തകങ്ങളാണ്, 2-ൽ കുറഞ്ഞ പുസ്തകങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പുസ്തക വായന എന്ന് പറയുന്നത് ഞാൻ അത്രയും ആർത്തി പിടിച്ച് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ലഹരി പോലെ എൻ്റെ ശരീരത്തിലും മനസ്സിലൊക്കെ പടർന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ അക്കാലത്തെ വീട്ടിലെ അവസ്ഥയിൽ
ഒരു പുസ്തകം വേണമെന്ന് പറയാനുള്ള ധൈര്യമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പുസ്തകം വേണമെന്ന് പറയുമ്പോൾ അത് എവിടെ കിട്ടുമെന്ന് തേടി പിടിക്കാനുള്ള ഒരു വിദ്യാഭ്യാസമോ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പുസ്തകം സ്വന്തം എന്ന് പറഞ്ഞു കിട്ടുന്നത് ഈ വായനാ മത്സരങ്ങളിൽ മാത്രമായിരുന്നു. BPC KK ചന്ദ്രമോഹൻ മാസ്റ്റർ അധ്യക്ഷനായി. തലശ്ശേരി നോർത്ത് AEO പ്രശാന്ത് മാസ്റ്റർ, ഷീജിത് മാസ്റ്റർ, വിദ്യാരംഗം ജില്ലാ നിർവാഹക സമിതി അംഗം രാമചന്ദ്രൻ, ഷാദിഷ്, മിഥുൻ മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. മത്സരത്തിൽ വിജയികൾക്കുള്ള സമ്മാനദാനവും ജിൻഷ ഗംഗ നിർവഹിച്ചു. തലശ്ശേരി സൗത്ത് ഉപജില്ലയിലെ ശ്രീനാരായണ വിലാസം സീനിയർ ബേസിക് സ്കൂളിൽ വിജയാഘോഷം സംഘടിപ്പിച്ചു. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൽ നിന്നും LSS, USS സ്കോളർഷിപ്പ് നേടിയ ദേവക് ബിജു, ദേവനന്ദ, LSS നേടിയ അജ്വ റിനീഷ്, ദേവശ്രുതി എന്നിവരെ ആദരിക്കാനായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കുള്ള ഉപഹാര വിതരണവും സ്കൂളിൽ നടന്ന മെഗാ നറുക്കെടുപ്പിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സമ്മാനവും MLA ചടങ്ങിൽ കൈമാറി. സ്കൂൾ PTA പ്രസിഡന്റ് K. ദിജു MLA പൊന്നാട അണിയിച്ചു. ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK സെയ്തു അധ്യക്ഷയായി. സൈബർ വിദഗ്ധൻ രംഗീഷ് കടവത്ത് ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു. ചോക്ലേറ്റ് കാണുമ്പോൾ വീണ്ടും വീണ്ടും കാണണം, തിന്നണമെന്ന് തോന്നുന്നുണ്ടല്ലേ? വെരി ഗുഡ്. ഒരു കിറ്റ്കാറ്റ് കൊടുക്കാൻ കുട്ടിക്ക്. വെരി ഗുഡ്. തലശ്ശേരി സൗത്ത് AEO EP സുജാത മുഖ്യാതിഥിയായി. വാർഡ് അംഗം TP ഷർമിരാജ്, മാനേജ്മെന്റ് അംഗം TP ക്ഷേമ ടീച്ചർ, BRC ട്രെയിനർ ഷീന, PTA പ്രസിഡന്റ് K. ദിജു, മദർ PTA പ്രസിഡന്റ് AV ഗ്രീഷ്മ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ P. ബിജോയ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി PK സിന്ധു നന്ദിയും പറഞ്ഞു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് മടത്തുംഭാഗം അംഗനവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു. 13-ാം വാർഡിൽ മടത്തുംഭാഗത്ത് നിർമ്മിച്ച മടത്തുംഭാഗം അംഗനവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീർ നിർവഹിച്ചു. മടത്തുംഭാഗം അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീർ നിർവഹിച്ചു. അതുകൊണ്ട് ഏറ്റവും അനിവാര്യമാണ് അംഗനവാടികളിൽ നല്ല രീതിയിൽ കളിക്കാൻ. കളിയോടൊപ്പം പഠനമാണ്, പഠനത്തോടൊപ്പം കളിയല്ല, കളിയോടൊപ്പം പഠനമാണ്. കളിക്കാണ് പ്രാമുഖ്യവും പരിഗണനയും കൊടുക്കേണ്ടത്. കാരണം ഈ പ്രായങ്ങളിൽ ചില രക്ഷിതാക്കൾ എനിക്കറിയാം 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ട്യൂഷനായിരുന്നു. എന്തിനാ നമുക്ക് മനസ്സിലായില്ല. പിന്നെ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ കൂട്ടിയാൽ 4-ാം ക്ലാസ്സിലേക്കുള്ള പഠനം വെക്കേഷനിൽ. അതൊരു പുതിയ ട്രെൻഡാണ്. എപ്പം നോക്കിയാലും പഠിക്കുന്ന രക്ഷിതാക്കൾ പറയുന്നത്. കളിക്ക് എന്ന് രക്ഷിതാക്കൾ പറയുന്ന മക്കളോട്. അതുകൊണ്ട് പഠനവും കളിയും വിനോദങ്ങളും എല്ലാം കുട്ടികളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം. അങ്ങനെ കളിച്ചും പഠിച്ചും കുട്ടികൾ വളരണം. അംഗനവാടി അതിന്റെ ട്രെയിനിങ് സെന്റേഴ്സാണ്. ഇവിടെ നിന്നാണ്, ഇതൊരു ഫീഡിംഗ് കേന്ദ്രമാണ്. ഇവിടെ നിന്നാണ് കുട്ടിയുടെ സ്വഭാവം രൂപീകരിച്ച് മുന്നോട്ട് വരുന്നത്. അംഗനവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും ഒക്കെ അതിന് നേതൃത്വം കൊടുക്കുന്നത്. രക്ഷിതാക്കളും നല്ലതുപോലെ ശ്രദ്ധിക്കണം. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MB ശ്രീഷ അധ്യക്ഷയായി. കണ്ണൂർ പ്രോഗ്രാം ഓഫീസർ CA ബിന്ദു മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗം KK ഷീജ, PR വസന്തകുമാർ, P. വിജു, K. ഷാജി, AK രമ്യ, TK ജസിൻ, K. അനിത, സുശീൽ ചന്ദ്രോത്ത്, അഡ്വക്കേറ്റ് MK അശോകൻ, K. പ്രജിന എന്നിവർ സംസാരിച്ചു. വെറോണി ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ മടത്തുംഭാഗത്ത് സെന്റർ നമ്പർ 46 അംഗൻവാടിക്ക് വേണ്ടി അഡ്വക്കേറ്റ് N. ഷംസീർ MLA-യുടെ 2019-20 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 18 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സുരക്ഷാ പദ്ധതിയുടെ സഹായധന വിതരണവും വസന്ത് ചികിത്സാ സഹായ വിതരണവും നടന്നു. തലശ്ശേരി ഹോട്ടൽ നവരത്ന ഇന്നിൽ നടന്ന പരിപാടി സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീർ ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ KHRA സുരക്ഷാ പദ്ധതിയുടെ സഹായധന വിതരണവും വസന്ത് ചികിത്സാ സഹായ വിതരണവുമാണ് തലശ്ശേരി ഹോട്ടൽ നവരത്ന ഇന്നിൽ നടന്നത്. സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീർ ഉദ്ഘാടനം ചെയ്തു.
ശ്രീമാൻ വിവേക് അടുത്തത് കേരളത്തിലെ ഈ സംഘടന, ഞാൻ ഒരു കാര്യം പറയാം, സംഘടിതരായി നിന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. ഞാൻ ഒറ്റപ്പെട്ട് നിന്നാൽ എൻ്റെ കാര്യമൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് ധാരണ ഉണ്ടെങ്കിൽ അത് മൗഢ്യമായ ധാരണയാണ്. സംഘടിതരായി നിന്നാൽ മാത്രമേ ഏതൊരു പ്രസ്ഥാനത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. KHRA എന്ന സംഘടന സംഘടിതമായി നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു പരിധിവരെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രസംഗത്തിൻ്റെ ചില വാക്കുകൾ പരാമർശിച്ചു, നിങ്ങൾ എത്ര വർഷം ശ്രദ്ധിച്ചു എനിക്കറിയില്ല. ഇതിന്റെ സ്കീമിൽ ചേരാൻ പറയുമ്പോൾ എനിക്ക് 30 വയസ്സിൽ ആയിട്ടുള്ളൂ എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളൊക്കെ എല്ലാ ആഴ്ചയിലും നാട്ടിൽ വന്നാൽ മരിച്ച വിട്ടു പോകും. മരിക്കുന്ന ആളെ പ്രായം ശ്രദ്ധിച്ചു നിങ്ങൾ. ഇപ്പൊ പ്രായമൊന്നുമില്ല, ഏത് സമയത്ത് മരിക്കുക. ഇവിടെ ഇപ്പം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വേണേൽ കുഴഞ്ഞു പോകാം. ഞാനിപ്പം മരിച്ചെടുത്ത് പോയി, നിങ്ങൾക്ക് പരിചയമായ മുഖമാണ്. ഇരുമ്പ് ലത്തീഫ് എന്ന് പറയും. നല്ല കരിങ്കൽ പോലത്തെ മനുഷ്യനാണ്. പ്രായം 10-65, മരിക്കേണ്ട പ്രായമായിട്ടില്ല, പെട്ടെന്ന് മരിച്ചു പോയത്. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ തൊഴിലാളികളെ പ്രാപ്തമാക്കേണ്ടത് ഇതൊരു സ്കീമാണ്. അതിൻ്റെ മുതലാളിക്കൊരു ഗുണവുമില്ല. ഇതൊരു സ്കീമിനകത്ത് ചേരുമ്പം നിങ്ങൾക്കൊരു സെക്യൂരിറ്റി ഫീലിംഗ് ആണ്. എനിക്കെന്തെങ്കിലും പറ്റിയാൽ ഈ 10 ലക്ഷം നിങ്ങളുടെ വ്യക്തിക്ക് പരിഹാരമാകും ഞാൻ വിശ്വസിക്കുന്നില്ല. ആ വ്യക്തിയുടെ ജീവിതത്തിന് പകരമാണ് ഈ സഹായം ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊരു സഹായമാണ്. സഹായം, നിങ്ങൾക്ക് ഒരു സഹായം നിങ്ങളുടെ സംഘടന നൽകുന്നു. KHRA ജില്ലാ പ്രസിഡന്റ് K. അച്യുതൻ അധ്യക്ഷനായി. ഒന്ന്, നമ്മള് ഈ പാവപ്പെട്ട ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കൊരു 100 രൂപ കോൺട്രിബ്യൂഷൻ കൊടുക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതെല്ലാവരും തന്മനസ് കാണിക്കണം. എന്നാലേ ഈ പരിപാടി നമുക്ക് മുന്നോട്ട് വിജയിപ്പിക്കാൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് G. ജയപാൽ കുടുംബസുരക്ഷാ പദ്ധതിയുടെ വിശദീകരണം നടത്തി. ചികിത്സാ സഹായ വിതരണം KP ബാലകൃഷ്ണ പൊതുവാൾ നടത്തി. ബിജുലാൽ മുഖ്യപ്രഭാഷണം നടത്തി. മുഹമ്മദ് ഷെരീഫ്, N. സുഗുണൻ, ഷനോജ് റഹ്മാൻ, നാസർ മഡോൾ, KN ഭൂപേഷ്, ബിജു ചുള്ളിക്കര, രാമകൃഷ്ണൻ എഴുത്തൻ, A. നാരായണൻ എന്നിവർ സംസാരിച്ചു. ഒളവിലം LP സ്കൂൾ പ്രധാന അധ്യാപകനും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും ഗ്രന്ഥകാരനും പ്രഭാഷകനുമായ VK ഭാസ്കരൻ മാസ്റ്ററുടെ മരണത്തിൽ സർവകക്ഷി അനുസ്മരണം സംഘടിപ്പിച്ചു. ചൊക്ലി പീപ്പിൾസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചൊക്ലി ടൗണിലാണ് അനുസ്മരണം നടന്നത്. ചൊക്ലി പീപ്പിൾസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് VK ഭാസ്കരൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് PK രവീന്ദ്രൻ അധ്യക്ഷനായി. KP മോഹനൻ MLA, മമ്പറം ദിവാകരൻ, തലശ്ശേരി ജ്ഞാനോദ്യോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. സത്യൻ, M. ഹരീന്ദ്ര മാസ്റ്റർ, KP ദയാനന്ദൻ, PK മോഹനൻ മാസ്റ്റർ, പ്രഭാകരൻ മാസ്റ്റർ, PC രാജൻ, പുരുഷു വരക്കൂൽ, O. ഷാജി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസമാണ് VK ഭാസ്കരൻ മാസ്റ്റർ മരണപ്പെട്ടത്. അത്രയും നല്ല സംശുദ്ധമായ ജനാധിപത്യ മതേതരത്വ ആ ബോധത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഒരു കോൺഗ്രസ്സുകാരനായി മരിക്കുന്നത് വരെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളായിരുന്നു ഞാൻ. മാഷൊക്കെ ഞങ്ങൾ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പണ്ട് കുറെ തെറ്റൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഭാസ്കരൻ മാഷോട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ വാൽമീകി രാമായണത്തിന്റെ 7 സ്കന്ധങ്ങളെ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി അദ്ദേഹം ഇത് തർജ്ജിമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ മാഷോട് പറഞ്ഞിട്ടുണ്ട്, മാഷെ വാൽമീകി പണ്ടൊരു കാട്ടാളനായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. പിന്നീട് അദ്ദേഹം നല്ല മനുഷ്യനായി മാറി. പിന്നീടാണ് നല്ല ഉത്കൃഷ്ടമായ കുറേ കാര്യങ്ങളെല്ലാം സമൂഹത്തിന് മുമ്പിൽ വന്നത്. അതുപോലെ നമ്മളും ഇതുപോലെ ഞാനും അങ്ങനെയാണ്. ഞാൻ എൻ്റെ 86 മുതലാണ് 1986 ജയിലിൽ നിന്ന് വന്നപ്പോഴാണ് എനിക്കും പാതിരിയാട് ബാങ്കും ഇന്ദിരാഗാന്ധി ആസ്പത്രിയും സ്കൂളും കോളേജും അങ്ങനെയുള്ള സ്ഥാപനങ്ങളും സഹകരണ പ്രസ്ഥാനങ്ങളും എല്ലാം ഉണ്ടായി നല്ലത് ചെയ്യാൻ. അതുവരെ ഞാനും ഒരു വാൽമീകിയായിരുന്നു. TTK ശശിക്ക് നല്ലോണം അറിയാം. ഞാനിന്നലെ വരാതിരിക്കാനുള്ള കാരണം തന്നെ ഞാൻ അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ 1975 ഇന്ത്യ രാജ്യത്ത് പ്രഖ്യാപിച്ചു. അപ്പം അന്ന് TTK ശശിക്ക് പറയും, ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയിൽ എല്ലാ CPMകാരെയും കോർപ്പറേറ്റിലെ ആളുകളെയും ഭീകരമായി മർദ്ദിച്ചു തുടങ്ങി. അപ്പം അന്ന് അടിയന്തരാവസ്ഥയിൽ തന്നെ ഭീകരമായി 75 മെയ് മാസം 20-ാം തീയതി ക്രൂരമായ മർദ്ദനം എല്ലാവരും കിട്ടി. പിണറായിക്ക് കിട്ടിയതിനേക്കാളും MP രാഘവനെ കിട്ടിയ അടി കിട്ടിയിട്ട് ഇന്നും അതിൻ്റെ
ഇത് പേര് നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇന്നലെ എനിക്ക് വരാൻ തന്നെ പറ്റാറ്. ഞാൻ പറഞ്ഞു വന്നത്, ഭാസ്കരൻ മാസ്റ്റർ 2 അനുഭവങ്ങൾ. ഒരു ദിവസം എന്നോട് ഭാസ്കരൻ മാസ്റ്ററുടെ ഒരാൾ വിളിച്ചിട്ട് കുടുംബക്കാരൻ പറഞ്ഞു, അച്ഛൻ്റെ 80ാം പിറന്നാളാണ്. കോളേജ് പ്രൊഫസറും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ പ്രൊഫസർ AP സുബൈറിനെ തലശ്ശേരി സഹൃദയവേദി ആദരിച്ചു. അദ്ദേഹത്തിന്റെ 80 വയസ്സ് പൂർത്തീകരണ വേളയിലാണ് ആദരമൊരുക്കിയത്. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീർ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരിയുടെ സാംസ്കാരിക മതനിരപേക്ഷതയുടെ സൗമ്യമുഖമാണ് പ്രൊഫസർ AP സുബൈർ എന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീർ പറഞ്ഞു. പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ഒരു നാടിന്റെ വികസനത്തിന് സാമൂഹിക പരിഷ്കരണം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചരിത്രത്തെ സാധൂകരിക്കുന്ന ഗവേഷണങ്ങൾ ഒരു പ്രദേശത്തിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവേണ്ടതാണ്. കോളേജ് പ്രൊഫസറും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ പ്രൊഫസർ AP സുബൈറിന് തലശ്ശേരി സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിലാണ് ആദരം ഒരുക്കിയത്. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പാർക്കോ റെസിഡൻസിയിലാണ് ആദരം ചടങ്ങ് ഒരുക്കിയത്. പ്രൊഫസർ AP സുബൈർ രചിച്ച ഇക്ബാൽ ചിന്തകൾ മാനം മനനം എന്ന പുസ്തകത്തിന്റെ പരിചയവും ഇതോടൊപ്പം നടന്നു. ഇക്ബാലിനെ കുറിച്ചുള്ള റഫറൻസ് ഗ്രന്ഥമായി ഈ പുസ്തകം മാറുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീർ പറഞ്ഞു. 80s ആർ ന്യൂ 30s. സുബൈർ മാഷിന്റെ കാര്യത്തിൽ വളരെ ക്ലിയർ ആണ്. പ്രായം 80 ആണെങ്കിലും ഒരു 30 വയസ്സുകാരന്റെ ഊർജ്ജസ്വലതയോടുകൂടി തലശ്ശേരിയുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യമാണ് സുബൈർ മാഷിനുള്ളതാണ്. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അദ്ദേഹം ഏത് സാംസ്കാരിക പ്രവർത്തനം ഉണ്ടെങ്കിലും അതിൻ്റെ മുന്നിലുണ്ട്. ഏത് ഇഷ്ടമുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ അതിൻ്റെ മുന്നിലും. തലശ്ശേരിയുടെ സമഗ്ര പുരോഗതിക്കും തലശ്ശേരിയുടെ മതനിരപേക്ഷതയുടെയും ഏറ്റവും ശക്തമായ മുഖം, കലർപ്പില്ലാത്ത മതനിരപേക്ഷതയുടെ തലശ്ശേരിയുടെ മുഖമാണ് AP സുബൈർ എന്ന വിമാനത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ചാരിറ്റി പ്രവർത്തനത്തിലുണ്ട്, അദ്ദേഹം സാംസ്കാരിക പ്രവർത്തനത്തിലുണ്ട്, അദ്ദേഹം ഒരു മികച്ച അധ്യാപകൻ കൂടി, പഠിപ്പിക്കാനും അദ്ദേഹമുണ്ട്. അതാണ് അദ്ദേഹം തലശ്ശേരി കുണ്ടൂർമലയിൽ എഞ്ചിനീയറിംഗ് കോളേജ് അദ്ദേഹം പഠിപ്പിക്കാൻ വന്നത്. അങ്ങനെ എല്ലാ മേഖലകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം എഴുതിയ പുസ്തകം പ്രകാശനം നിർവഹിക്കപ്പെട്ടു. തുടർന്ന് അദ്ദേഹത്തിന്റെ നാട്ടിൽ വെച്ച് ആ പുസ്തകത്തിന് പരിചയപ്പെടുത്തണം അദ്ദേഹത്തിന്റെ ക്ലോസ് സർക്കിളിനകത്ത്. അതാണ് ഈ നടക്കുന്ന ചടങ്ങ്. അദ്ദേഹത്തോട് ഇതൊരു യഥാർത്ഥ വളരെ എക്സ്ക്ലൂസീവായ ഒരു ചടങ്ങാണ്. സൗഹൃദവേദി ചെയർമാൻ എഞ്ചിനീയർ P അബ്ദുൾ റസാഖ് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് PV സൈനുദ്ദീൻ സ്വാഗതം പറഞ്ഞു. ചിത്രകാരൻ KK മാരാർ, തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ബിബിൻ വരമ്പകത്ത്, കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KP ശംസുദ്ദീൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ സെനറ്റ് അംഗം ഉസ്മാൻ താമരത്ത്, യൂത്ത് വെൽഫെയർ ബോർഡ് മുൻ അംഗം നൌഷാദ് മണ്ണിശ്ശേരി, മുനീസ് അറിയിലകത്ത് എന്നിവർ സംസാരിച്ചു. പ്രൊഫസർ AP സുബൈർ മറുപടി പ്രസംഗം നടത്തി. തലശ്ശേരിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ലൈബ്രറികൾക്കുമുള്ള പുസ്തകങ്ങൾ ചടങ്ങിൽ വെച്ച് സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീർ വിതരണം ചെയ്തു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി.
മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. പെരിങ്ങാടി ശ്രീ കാഞ്ഞിരമുള്ള പറമ്പ് ഭഗവതി ക്ഷേത്രം ഗംഗാധരൻ മാസ്റ്റർ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 24 ഉച്ചയ്ക്ക് 2:30 ആണവോർജ ഭാരതം സെമിനാർ സംഘടിപ്പിക്കുന്നു. ക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് സെമിനാർ നടക്കുകയെന്ന് ഭാരവാഹികൾ മാഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ ശശികല ഇന്ത്യയുടെ ആണവ കരുത്തിനെ കുറിച്ച്, നമ്മുടെ ന്യൂക്ലിയർ പ്ലാന്റിനെ കുറിച്ച്, ആണവോർജം സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്ന ഭാരതത്തിൻ്റെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഒക്കെ പ്രതിപാദിക്കുക. മയ്യഴി മേഖലയിലെ സെൻട്രൽ സ്കൂൾ അടക്കമുള്ള വിദ്യാലയങ്ങളിലെയും കേരളത്തിലെ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെയും കോളേജുകളിലെയും ഒക്കെ വിദ്യാർത്ഥികളാണ് ഈ സെമിനാറിൽ പ്രധാനമായും സംബന്ധിക്കുന്നത്. ആണവ ശാസ്ത്രജ്ഞയും കൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ ആറ്റോമിക് റിസർച്ച് സെന്റർ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ ജി ശശികല ആണവോർജ രംഗത്തെ ഇന്ത്യയുടെ കുതിപ്പിനെക്കുറിച്ച് പ്രഭാഷണം നടത്തും. കോളേജ്, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സെമിനാറിൽ പങ്കെടുക്കാം. ചടങ്ങിൽ വിശിഷ്ട വ്യക്തിയെ ക്ഷേത്രം പ്രസിഡന്റ് TP ബാലൻ ആദരിക്കും. വായനശാല പ്രസിഡന്റ് CV രാജൻ പെരിങ്ങാടി അധ്യക്ഷനാവും. വാർത്താ സമ്മേളനത്തിൽ CV രാജൻ പെരിങ്ങാടി, ഹരീഷ് ബാബു, OV വിനയചന്ദ്രൻ, NK പത്മനാഭൻ, ഷാജേഷ് എന്നിവർ പങ്കെടുത്തു. പാട്യം മുതിയങ്ങ ശങ്കരവിലാസം UP സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. പാട്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. 100-ലധികം കുട്ടികൾ പങ്കെടുത്തു. പാട്യം മുതിയങ്ങ ശങ്കരവിലാസം UP സ്കൂളിൽ യോഗാദിന സന്ദേശവും യോഗാ പ്രദർശനവും സംഘടിപ്പിച്ചു. കൈകൾ കോർത്ത് പിടിച്ച് മാക്സിമം ശ്വാസം എടുത്ത് താടാസനത്തിലേക്ക് കൈകൾ കോർത്ത് പിടിച്ച്. പാട്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക R ബീന അധ്യക്ഷയായി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ N ധനഞ്ജയൻ മുഖ്യാതിഥിയായി. യോഗാ പരിശീലകൻ TK അനീഷ് ക്ലാസ് എടുത്തു. CK സുധീർ ബാബു, KK പ്രശാന്ത് കുമാർ, P ഷിജിന തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാവിധ കെട്ടിട നിർമ്മാണ വസ്തുക്കളുമായി ബെസ്റ്റ് ട്രേഡേഴ്സ് കതിരൂർ 4-ാം മൈലിൽ പ്രവർത്തനം ആരംഭിച്ചു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീർ ഉദ്ഘാടനം ചെയ്തു.
എല്ലാവിധ കെട്ടിട നിർമ്മാണ വസ്തുക്കളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കിയാണ് ബെസ്റ്റ് ട്രേഡേഴ്സ് 4-ാം മൈലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിച്ചു. ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ വിൽപ്പനയുടെ കാര്യത്തിൽ അഞ്ചുകളിൽ തന്നെ ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഹദീദ് ട്രേഡേഴ്സ്. ആ ഹദീദ് ട്രേഡേഴ്സിൻ്റെ ഒരു ബ്രാഞ്ച് ബെസ്റ്റ് ട്രേഡേഴ്സ് എന്ന പേരിൽ നിന്ന് 4-ാം മൈൽ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഹദീദ് ട്രേഡേഴ്സിൻ്റെ എല്ലാ ബ്രാഞ്ചും ഞാൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. മികച്ച നിലയിൽ തന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റുകൊണ്ട് ഇതിനോടകം ജനങ്ങളുടെ പ്രീതി പിടിച്ചു വയ്ക്കാൻ സാധിച്ച സ്ഥാപനമാണ് ഹദീദ്. ഹദീദിൻ്റെ ബെസ്റ്റ് ട്രേഡേഴ്സ് എന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അതിനെല്ലാവിധ ആശംസകളും. ലോകോത്തര കമ്പനികളുടെ റൂഫിംഗ് ഷീറ്റുകൾ, സ്ക്വയർ പൈപ്പുകൾ, വി ബോർഡ്സ്, GI മെറ്റീരിയൽസ്, TMT ബാർസ്, ഇൻഡസ്ട്രിയൽ ഐറ്റംസ് തുടങ്ങി എല്ലാവിധ കെട്ടിട നിർമ്മാണ വസ്തുക്കളും ബെസ്റ്റ് ട്രേഡേഴ്സിൽ ലഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ, തലശ്ശേരി സഹകരണ ആശുപത്രി പ്രസിഡന്റ് MC പവിത്രൻ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ പറമ്പായിലെ സദാചാര ഗുണ്ടായിസം SDPIയുടെ വികൃതമുഖം വ്യക്തമായതായി CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. റയീസ് CPIM-കാരനല്ല, കോൺഗ്രസ് കുടുംബമാണെന്നും രാഗേഷ്.
തൊഴിൽ മേഖലയിലും തൊഴിൽ സംസ്കാരത്തിലും പൊളിച്ചെഴുത്ത് ലക്ഷ്യം മന്ത്രി KN ബാലഗോപാൽ. കേരളത്തിൽ നിന്നുള്ള മനുഷ്യശേഷി വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകുന്ന രീതിക്ക് മാറ്റം വരുത്തുന്നതിനായി ഏറ്റവും മികച്ച സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള ജനകീയ പ്രവർത്തനമാണ് വിജ്ഞാന കേരളം നടത്തുന്നതെന്നും മന്ത്രി. തലശ്ശേരി പാനൂർ റൂട്ടിൽ കണ്ണിച്ചിറയിൽ റോഡിന് സമീപമുള്ള മരങ്ങളുടെ ശിഖരങ്ങൾ ബസ്സുകൾക്ക് ഭീഷണിയാവുന്നു. 5ഓളം ബസ്സുകൾക്ക് കേടുപാട്. തലശ്ശേരി പാനൂർ റൂട്ടിൽ കണ്ണിച്ചിറയിൽ റോഡിന് സമീപമുള്ള മരങ്ങളുടെ ശിഖരങ്ങൾ ബസ്സുകൾക്ക് ഭീഷണിയാവുന്നു. 5ഓളം ബസ്സുകൾക്ക് കേടുപാട്. വയനാട് ചൂരൽമല ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട കുടുംബത്തിന് വീടൊരുക്കി പാനൂർ നഗരസഭ 21-ാം വാർഡ്. KP മോഹനൻ MLA താക്കോൽ കൈമാറി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.